ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രെയിറ്റ് ഹെയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേവി ഹെയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പഠിച്ചു. അത് വാട്ടർ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ടായിരുന്നു പഠിച്ചത്. ഇത്തവണ നമ്മൾ ജസ്റ്റ് വാട്ടർ കളർ വെച്ചിട്ട് എങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് എൻ്റെ ഒരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് വെച്ചാൽ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ എൻ്റെ അടുത്ത് വന്ന, ഞാനിപ്പോൾ ക്ലിനിക്ക് തുടങ്ങിയിട്ടൊരു 8 വർഷമായി. അപ്പോൾ ആ ഒരു ഇത്ര വർഷമായിട്ടും തുടക്കം മുതൽ തന്നെ എനിക്ക് തോന്നുന്ന ഇപ്പോൾ കുഞ്ഞിനൊരു മോക്കൊരു 4-5 വയസ്സ് കാണും. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ അടുത്ത് വന്നൊരു മോളാണിത്. ആ മോളുടെ പോർട്രേറ്റ് ഡ്രോയിങ് എന്നോട് വരയ്ക്കുമോ എന്ന് ചോദിച്ചിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ 1 വർഷം മുമ്പ് എങ്ങാനും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ എനിക്ക് പോർട്രേറ്റ് ഡ്രോയിങ് വലിയ ഐഡിയ ഇല്ല. എനിക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ അറിയൂല. ആക്രിലിക്കാണ് പിന്നെ ഞാൻ വരയ്ക്കുക. വാട്ടർ കളറ് തീരെ അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ കളറിൽ. ഇതിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ട്, എനിക്കെന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. എന്നാലും നമ്മൾ പഠിക്കല്ലേ. അപ്പം ഈ ഭാഗത്ത് കുറച്ചും കൂടെ റെഫറൻസ് ഇമേജ് വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ശരിയാക്കാണ്ട്, അങ്ങനെ പലതും ഞാൻ വലിയൊരു ഡാർക്കൻ ചെയ്തിട്ടില്ല. കുറച്ച് ബ്ലഷൊക്കെ കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഇതിലുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ മോൾക്ക് കൊടുത്തൊരു വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ അവളുടെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതിപ്പോൾ പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ വീഡിയോ അല്ല, സ്ട്രെയിറ്റ് ഹെയർ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു നല്ല ഭംഗിയല്ലേ, ഒരു പോർട്രേറ്റും കൂടെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഭംഗി കാണുമല്ലോ, അതുകൊണ്ട് വരച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോള്. ഓക്കെ, അപ്പോൾ അവളുടെ റെഫറൻസ് ഇമേജ് ആണ്. അപ്പോൾ ഈ ഇമേജ് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം.
സോ ജസ്റ്റ് ഞാനൊരു പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമായിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഷാഡോസ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ വേവി ഹെയർ ചെയ്തപ്പോൾ ഞാനൊരു റെഫറൻസ് ഇമേജ് ഒന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ റെഫറൻസ് ഇമേജ് കൊടുക്കാതെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വേറെ ഒന്നിലേക്കും അങ്ങനെ ശ്രദ്ധിക്കില്ല. ജസ്റ്റ് ഫേസ് അങ്ങ് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് പോവുക, അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ശരിക്കും നമ്മൾ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പം അതിൽ 3 കാര്യങ്ങൾ നോക്കണം. ഒന്ന് ഹൈലൈറ്റ്, എവിടേക്കാണ് ഹൈലൈറ്റ് വരുന്നത് എന്നുള്ളത്, പിന്നെ മിഡ് ടോണ്, പിന്നെ ഷാഡോസ്. ഈ 3 കാര്യം നമ്മൾ ശരിക്കും നോക്കണം. അപ്പോൾ ഞാൻ ഇനി പെയിൻറ്റ് ചെയ്യുമ്പം ഞാനത് എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഹൈലൈറ്റ് ഈ കുട്ടിയുടെ ഫേസിൽ നമ്മളെപ്പോഴും ഏത് ഫോട്ടോ എടുക്കുകയാണെങ്കിലും കാണാം ലൈറ്റ് അടിക്കുന്ന ഒരു ഭാഗം വരും അല്ലേ. ഇവിടെ ലൈറ്റ് അടിക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് ഇപ്പം ലൈറ്റ് വന്നിട്ടുള്ളത്. കുട്ടിയുടെ ഈ ഭാഗം, അതുപോലെ ഇവിടെ, ഇതെല്ലാം ഹൈലൈറ്റാണ്. ഈ ഏരിയാസ് എല്ലാം ഹൈലൈറ്റാണ്. അപ്പോൾ ഈ ഏരിയാസിലൊന്നും എന്ത് കൊടുക്കുന്നില്ല, മൂക്കിൻ്റെ ഈ ഒരു ഭാഗം. ഇതൊക്കെ ഞാനിനി പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. ഇവിടെ ഒന്നും ഞാൻ ഓവർ എന്ത് കൊടുക്കരുത്, കളർ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഞാൻ ഇത് ആക്രിലിക് പെയിൻറ്റിങ്ങും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, വാട്ടർ കളറും തമ്മിൽ. അപ്പോൾ ഞാൻ ആക്രിലിക്കായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ വാട്ടർ കളറ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്: ഹൈലൈറ്റ്, മിഡ് ടോൺ, ഷാഡോ. അപ്പോൾ ഇവിടെ ഷാഡോ വരുന്നത് ഈ ഒരു പാർട്ടിൽ, കുട്ടിയുടെ ഇവിടെ ഒക്കെ ഷാഡോ വരുന്നുണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ ഞാനിനി കളർ ചെയ്യുമ്പം ഈ ഒരു ഭാഗത്തെല്ലാം കുറച്ച് ഡാർക്കായിട്ട് വേണം. ഇപ്പോൾ നമ്മൾ ആക്രിലിക്കിലാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ബേസാണ് നമ്മൾ ചെയ്യുക. ബേസ് ചെയ്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ എല്ലാത്തിലും ബേസ് എന്ന് പറയുന്നത് സെയിം കളറാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ബേസ് ഡിഫറെൻ്റ് ആയിരിക്കും കൊടുക്കുന്ന ബേസ്. ചില സ്ഥലത്ത് ഇപ്പം ഈ മോളുടെ കേസിലാണെങ്കിൽ കൂടുതലും ഏത് കളറാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ബേൺ ടംപർ, പിന്നെ കുറച്ചൊരു ബ്രൗണിഷ് ഉണ്ട് അല്ലേ ഷെയ്ഡ്, കുറച്ച് ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അപ്പോൾ റെഡ്, യെല്ലോ, ഇങ്ങനത്തതൊക്കെ ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ കുറച്ചൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്, എന്നാൽ കുറച്ചൊരു ബ്രൗണിഷും ആണ് അല്ലേ. അപ്പോൾ കണ്ണിലാണെങ്കിൽ ഒരു ബ്ലൂ കളറും പിന്നെ നമ്മുടെ ബേൺ ടംപർ, ബ്ലാക്ക്, ഇങ്ങനത്തെ രീതിയിൽ. അപ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കുക. അതാണ് കുറച്ച് പണിയുണ്ട് ഇതെന്ന് പറയുമ്പോൾ. നമ്മൾ വാട്ടർ കളർ എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ ഒബ്സർവേഷനാണ് മെയിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഹെയർ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ നമ്മളതൊന്നും നോക്കില്ല, ഹെയർ സ്റ്റൈലിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു പോർട്രേറ്റ് ഡ്രോയിങ് ആണ്. അപ്പം അതിൽ നമ്മളെല്ലാം ഫോക്കസ് ചെയ്യണം. എന്തൊക്കെ ഹെയർ സ്റ്റൈൽ നോക്കണം, ഡ്രസ്സ് നോക്കണം, ഫേഷ്യൽ ഫീച്ചേഴ്സ് നോക്കണം. പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഈ കുട്ടീനെ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലേ, ഒരു വേറെ തന്നെ ആയിട്ട് തോന്നുന്നുണ്ട്. നോക്കാം, ചെയ്തു വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. ഇനി അതൊന്ന് കളർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് കടക്കാം. സോ ഞാൻ ഇവിടെ ഇത്രയും കളേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഞാനത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ സാഗ് ഗ്രീൻ എടുത്തിട്ടുണ്ട്, ചൈനീസ് വൈറ്റ്, പിന്നെ ബേൺ ടംപർ, യെല്ലോ ഓക്കർ, ലാംപ് ബ്ലാക്ക്, പ്രഷ്യൻ ബ്ലൂ, സ്കാർലറ്റ് ലീക്ക്. അപ്പോൾ ഇത്രയും, പിന്നെ ക്രിംസൺ റെഡും ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കളേഴ്സ് ഞാൻ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസ്
വിട്ടിട്ടായിരിക്കും. കാരണം നമുക്ക് ലൈറ്റ് കളർ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ബേസ് കൊടുക്കുമ്പോൾ ലൈറ്റായിട്ട് കൊടുക്കുന്നതാണ്. ലൈറ്റായിട്ടുള്ള സാധനത്തിന് ഡാർക്കാക്കാൻ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് അടിച്ച് പോയാൽ പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ലൈറ്റാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ലൈറ്റായിട്ട് ഞാനിതിൽ ബേൺ ടമ്പറാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ലൈറ്റായിട്ട് വെച്ചാൽ വാട്ടർ കൂടുതലെടുത്തിട്ട് കളർ കുറച്ചെടുത്തിട്ട് അങ്ങനത്തെ രീതിയിൽ. അതും ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ഏരിയ വിട്ടിട്ട് ബാക്കിയുള്ള ഏരിയാസിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം പിന്നെ ആദ്യം ജസ്റ്റ് ആ ഒരു ബേസ് കൊടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കണ്ണിലാണ് കേട്ടോ. ആദ്യം ഞാൻ ഐ ആണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ലിപ്പായിരിക്കും ചെയ്യാം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. കുറച്ച് പണികളുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബേസ് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ണിൽ ഞാൻ കുറച്ച് പ്രഷ്യൻ ബ്ലൂ ആണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. പ്രഷ്യൻ ബ്ലൂ കൊടുത്ത് ആദ്യം ബേൺ ടമ്പർ കൊടുക്കുകയാണ് ലൈറ്റായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ എന്താക്കാൻ പോവാണ്, പ്രഷ്യൻ ബ്ലൂ കൊടുക്കാൻ പോവാണ്. ഈ ഒരു ഇതിൽ കോർണിയൻ്റെ ഭാഗത്തായിട്ട് എനിക്ക് ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഞാൻ ലൈറ്റ് ബ്ലൂ കൊടുക്കുകയാണ്. അവിടെ ഈ ഒരു ഭാഗത്തെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ബ്ലൂ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനത് അങ്ങനെ കൊടുക്കുന്നു കേട്ടോ.
ഇത്ര നേരം എടുക്കുന്നില്ലേ? നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്തൊരു സുഖം, ഫോട്ടോ എടുത്ത് കഴിഞ്ഞു അല്ലേ? പക്ഷേ ഇത് പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതാണ് നമുക്ക് സിമ്പിളായിട്ട്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ബേബി ഹെയറിൻ്റെ ഇതിൽ ചെയ്തതുപോലെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ചെയ്തിടാം. ജസ്റ്റ് നമ്മുടെ സ്കാർലൈറ്റിലേക്കും യെല്ലോ ഓക്കറും മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. ആ ഓറഞ്ച് ഷെയ്ഡ് നന്നായിട്ട് വെള്ളം കൂട്ടുക, എന്നിട്ട് അതങ്ങ് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു കിട്ടി. പിന്നെ കുറച്ച് ഷാഡോസ് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ബ്ലൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കൊബാൾട്ട് ബ്ലൂ, കഴിഞ്ഞതിൽ ഞാൻ എടുത്തത് കൊബാൾട്ട് ബ്ലൂ ആണ്. പക്ഷെ ഇതിൽ ഞാനെടുത്ത പ്രഷ്യൻ ബ്ലൂ ആണ്. കാരണം ഈ കണ്ണിന് കുറച്ച് ഒരു ബ്ലൂയിഷ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. അതുകൊണ്ടാണ് അതെടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മേലെ ഇപ്പോൾ ബേസ് കൊടുത്തതിൻ്റെ മേലെ ഞാൻ സ്കിൻ ടോൺ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് പണിയാണ്. ഇതിപ്പോൾ അതുപോലെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിനിയിപ്പോൾ ഏകദേശം മിഡ് ടോൺ കഴിഞ്ഞു. ഷാഡോസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഷാഡോയിങ് ആണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബേൺ ടെമ്പറിൽ ലൈറ്റായിട്ട് ഞാൻ ഫുള്ള് കൊടുക്കുകയാണ് കേട്ടോ. അത് ഉണങ്ങട്ടെ കേട്ടോ.
നമുക്കൊന്ന് വേറെ പേപ്പറിൽ ട്രൈ ചെയ്ത് നോക്കാം ഏതാണ് മാച്ച് ആവുന്നത് എന്ന്. അതനുസരിച്ച് ചെയ്യാം. എനിക്ക് ഈ ഒരു ഇത് കണ്ടിട്ട് ഏകദേശം ഞാനിത് നോക്കട്ടെ. അതെ, എനിക്കിതാണ് ഏകദേശം ഒരു മാച്ചിനായി തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കളർ എടുക്കാം കേട്ടോ.
That's it.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എങ്ങനെയാണ് സ്ട്രെയിറ്റ് ഹെയർ വരയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ പോർട്രേറ്റ് ഡ്രോയിങ് ഞാൻ പറഞ്ഞു, അത് ഞാൻ വലിയ പുലിയല്ല, പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ചിലർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്കിങ്ങനെ ഇഷ്ടമാണ്. വാട്ടർ കളർ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അലമ്പാക്കിയിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടോ. പിന്നെ ഈ മോൾഡത് എൻ്റെ കയ്യിൽ ഞാനിത് വെക്കും. ഞാൻ ഓരോ ഡ്രോയിങ്ങും ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി സ്ട്രെയിറ്റ് ഹെയർ ഇതുപോലെ ഒരു ആളുടെ മേലെ ചെയ്തിട്ട് കാണിക്കുന്നതല്ലേ രസം. ഇനി നമുക്ക് കേളി ഹെയർ വേണമെങ്കിൽ അതിൻ്റെ ബാക്ക് പോസ് അല്ലെങ്കിൽ സൈഡ് പോസ് ആക്കിയിട്ട് പോർട്രേറ്റ് ഒന്നും അല്ലാതെ ഹെയർ സ്റ്റൈലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ നമുക്ക് പെൻസിലിൽ ചെയ്യാം, വാട്ടർ കളറിൽ ചെയ്യാം, പല തരത്തിൽ നമുക്കിത് ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് വാട്ടർ കളറിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു, വാട്ടർ കളർ പെൻസിൽ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നതെന്നും കാണിച്ചു. ഓക്കെ അല്ലേ? ഇനി കേളി ഹെയറും കൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.